സിബി മലയിലിനെ ഫെയിൽഡ് ഡയറക്ടർ എന്ന് പേർളി മാണി വിളിച്ച സംഭവത്തിൽ മറുപടിയുമായി സിബി മലയിലിന്റെ മകൻ ജോ സിബി മലയിൽ. പേർളി മാണിയുടേതായി ഡിപ്ലോമസി നിറഞ്ഞ പോസ്റ്റാണ് എന്നും എന്റെ അച്ഛൻ പരാജയപ്പെട്ട ഒരു സിനിമാക്കാരൻ എന്ന് നിങ്ങൾ വിളിച്ചാലും നട്ടലില്ലാത്ത മകനെ അദ്ദേഹം വളർത്തിയിട്ടില്ല എന്നും പേർളിക്ക് മറുപടി നൽകി. നിങ്ങളുടെ അച്ഛൻ ഒരു ഭീരുവിനെയാണ് വളർത്തിയതെന്നും പേർളിയെ ആക്ഷേപിച്ചായിരുന്നു ജോ സിബി മലയിൽ ഇൻസ്റ്റഗ്രാമിൽ പ്രതികരിച്ചത്. വിവാദങ്ങൾക്ക് പിന്നാലെ പേർളി മാണി പോസ്റ്റ് നീക്കം ചെയ്തു. ഹരികൃഷ്ണൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഹരി, CJP സമരത്തിനെ അനുകൂലിച്ചുകൊണ്ട് പേർളി മാണി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് നിലപാടില്ലാത്ത പോസ്റ്റാണെന്ന തരത്തിൽ വലിയ അധിക്ഷേപമുണ്ടായിരുന്നു. അതിൽ ഊന്നിയാണോ ഇപ്പോൾ വിമർശനത്തിന് സിബി മലയിലിന്റെ മകൻ മറുപടി നൽകുന്നത്? പേർളി മാണി ഇട്ട പോസ്റ്റ് അതിലായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. പേർളി ആദ്യം ഇട്ടിരുന്ന ഒരു പോസ്റ്റ് CJP സമരത്തെ അനുകൂലിച്ചുകൊണ്ടും എന്നാൽ വിദ്യാർത്ഥികൾ ഈ നടത്തുന്ന പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും കാരണം അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാരണം അവർ വീട്ടിലിരിക്കട്ടെ, പ്രതിഷേധങ്ങൾ നടക്കട്ടെ, ശാന്തമായി തുടരട്ടെ, എന്നാൽ വീട്ടിൽ നിന്ന് പ്രതിഷേധിക്കൂ എന്നുള്ള ഒരു തരത്തിലൊരു ടോൺ പേർളി മാണിയിൽ ഉണ്ടായിരുന്നു. അതായത് ഡബിൾ സ്റ്റാൻഡേർഡാണ്. രണ്ട് തരത്തിൽ പേർളി മാണി പ്രതികരിക്കുന്നുണ്ട്. ഒന്ന് സമരത്തിന് അനുകൂലവുമാണ്, എന്നാൽ വിദ്യാർത്ഥികൾ ഉണ്ടാക്കുന്ന ഈ പ്രതിഷേധങ്ങൾക്ക് വിപരീതമായിട്ടും പേർളിയുടെ പോസ്റ്റിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിന് പിന്നാലെയാണ് സിബി മലയിലെ മകൻ്റെ അക്കൗണ്ടിൽ നിന്നും, ജോ സിബി മലയിലിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഒരു പോസ്റ്റ്, 7 പേജുകളുള്ള ഒരു പോസ്റ്റ് പേർളി മാണിയുടെ ആദ്യത്തെ ഈ CJP പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. അതിന് പിന്നാലെയാണ് പേർളി ഈ വ്യക്തിയെ ഫെയിൽഡ് ഡയറക്ടർ എന്ന് വിളിക്കുകയും ചെയ്തത്. ഈ ജോ സിബി മലയിലിൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിനെ വിമർശിച്ചുകൊണ്ടാണ് പേർളി ഇട്ടത്. ആ പേർളിയുടെ പോസ്റ്റിലാണ് പേർളി പറയുന്നുണ്ട് എൻ്റെ ഇഷ്ടനിറം സാഫ്രൺ ആണ് എന്നതും കൂടി പേർളി പറഞ്ഞുകൊണ്ടാണ് ഈ സിബി മലയിലിനെ ഫെയിൽഡ് ഡയറക്ടർ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ നീങ്ങുന്നത്. അത് ഉദ്ദേശിച്ചത് സിബി മലയിലിനെ തന്നെയാണെന്നുള്ള ചോദ്യമുണ്ട്. കാരണം ജോ സിബി മലയിലിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് അതിന് മറുപടി കൊടുക്കുകയായിരുന്നു പേർളി മാണി. പക്ഷേ ജോ സിബി മലയിലിൻ്റെ അക്കൗണ്ട് തന്നെ ഇതിനും ഒരു മറുപടി പേർളിയുടെ ഒരു പോസ്റ്റിന് മറുപടിയായിട്ട് എത്തിയിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ഫെയിൽഡ് ഡയറക്ടർ ആണ് എന്നുള്ളത് പേർളി പറയുന്നു എന്നുള്ള രീതിയിലാണ് ജോ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് ജോനെയാണോ ഉദ്ദേശിക്കുന്നത്, സിബി മലയിലാണോ പേർളി ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വ്യക്തതയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ജോനെ മറുപടിക്ക് പിന്നാലെ പേർളി ആ പോസ്റ്റ് നീക്കം ചെയ്യുകയും ചെയ്തു. ഈ പോസ്റ്റ്, അതായത് ഈ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഐ എം പേർളി മാണി ആൻഡ് മൈ ഫേവറേറ്റ് കളർ സാഫ്രൺ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിന് വളരെയധികം വ്യക്തി അധിക്ഷേപങ്ങൾ പേർളി മാണിക്ക് ഇപ്പോൾ നേരിടേണ്ടി വരികയാണ്. ഫോളോവേഴ്സ് വളരെ രീതിയിൽ കുറയുന്നു. ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും പേർളിക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. പേർളിയുടെ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് പ്ലസ് പേർളി തൻ്റെ രാഷ്ട്രീയ നിലപാട് ഊന്നി പറയുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് CJP പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട ഈ ഫേവറേറ്റ് കളർ സാഫ്രൺ എന്ന് പറയുമ്പോഴേക്കും BJP അനുകൂലിയാണ് പേർളി എന്ന രീതിയിൽ വരെ ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ നിറയുന്നുണ്ട്. വളരെയധികം ഹേറ്റഡ് ക്യാമ്പയിനും പേർളിക്കെതിരെ നിറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സംവിധായകനെ ഫെയിൽഡ് ഡയറക്ടർ എന്ന് വിശേഷിപ്പിച്ച ഒരു കാര്യവും കൂടി വരുന്നത്. അങ്ങനെ പേർളി തൻ്റെ രാഷ്ട്രീയ നിലപാട് തുറന്നു പറഞ്ഞു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് സാഫ്രോൺ തൻ്റെ ഇഷ്ടപ്പെട്ട നിറമാണ് എന്നത് ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച നിറയാണ്. പ്രത്യേകിച്ച് ഈ CJP പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു നിലപാട് പേർളി പറയുന്നത് എന്നത് ഉൾപ്പെടെ വരുമ്പോൾ ഒരു ഹേറ്റ് ക്യാമ്പയിൻ, ഒരു ഹേറ്റ്രഡ് നിറയുകയാണ് പേർളിക്കെതിരെ എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. ഫോളോവേഴ്സ് കുറയുന്നു. സോഷ്യൽ മീഡിയയിൽ ഹേറ്റ് ക്യാമ്പയിൻ പേർളിക്ക് എതിരെ നിറയുന്ന ഒരു സാഹചര്യത്തിന് പിന്നാലെയാണ് ഈ ഒരു പോസ്റ്റ് നീക്കം ചെയ്തത്. നീക്കം ചെയ്തെങ്കിൽ പോലും പലരും ഈ സ്ക്രീൻഷോട്ടുകൾ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, സിനിമാ മേഖലയിൽ നിന്ന് ഓരോ താരങ്ങൾ അവരുടെ നിലപാട് അറിയിക്കുന്നുണ്ട്. പലരും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി രംഗത്തെത്തുന്നുണ്ട്. ചിലർ അതിൻ്റെ ആവശ്യമില്ല. പ്രത്യേകിച്ച് സൽമാൻ ഖാനൊക്കെ പെട്ടെന്നാണ് പോസ്റ്റ് മാറ്റിയത്. ആദ്യം വിദ്യാർത്ഥികൾക്കൊപ്പമായിരുന്നു, പിന്നീട് ആ സമരം തന്നെ അവസാനിപ്പിക്കണമെന്ന് പറയുകയും ചെയ്തു. അതുപോലെ ഓരോ താരങ്ങളും അവരുടെ നിലപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്ന ഘട്ടത്തിലാണ് പേർളിയുടെ ഈ ഒരു ഇരുതല മൂർച്ചയുള്ള വാളെന്ന രീതിയിലുള്ള ഈ പ്രതികരണം വലിയ രീതിയിൽ വിമർശനങ്ങളും സോഷ്യൽ മീഡിയ പോസ്റ്റ് പിൻവലിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യത്തെ പോസ്റ്റാണോ അതോ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പോസ്റ്റുകളും പിൻവലിച്ചിട്ടുണ്ടോ? ഇല്ല, പേർളിയുടെ ആദ്യത്തെ പോസ്റ്റ് ഇപ്പോഴും പേർളിയുടെ അക്കൗണ്ടിലുണ്ട്. ആ പോസ്റ്റിലാണ് ഈ ഡബിൾ സ്റ്റാൻഡേർഡ് നിലപാട് ഉള്ളത് എന്നുള്ള വ്യാപകമായ വിമർശനം ഉന്നയിച്ചത്. ആ പോസ്റ്റിന് മറുപടിയായിട്ടാണ് സിബി മലയിലിൻ്റെ മകൻ ആദ്യം ഒരു 7 പേജ് നീളമുള്ള ഒരു പോസ്റ്റ് റിപ്ലൈ കൊടുത്തത്. അതിന് പിന്നാലെ ഈ 7 പേജ് റിപ്ലൈക്ക് മറുപടിയായിട്ടാണ് പേർളി മറ്റൊരു പോസ്റ്റ് ഇടുകയും അതാണ് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോസ്റ്റ് കാണുന്നത്. അതിലാണ് ഒരു ഫെയിൽഡ് ഡയറക്ടർ എന്നുള്ള പരാമർശവും അതോടൊപ്പം തന്നെ എൻ്റെ ഫേവറേറ്റ് കളർ എന്ന് പറയുന്നത് സാഫ്രൺ ആണ് എന്നുള്ളത് പേർളി മാണി അവസാനം ആ പോസ്റ്റിൽ മെൻഷൻ ചെയ്യുകയും ചെയ്തത്. ഈ പോസ്റ്റാണ്, ഈ രണ്ടാമത്തെ ഇട്ട ഈ തൻ്റെ രാഷ്ട്രീയ നിലപാടാണ് പേർളി ഉദ്ദേശിക്കുന്നത് എന്നുള്ള വ്യാഖ്യാനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയും പേർളിക്കെതിരെ ഹേറ്റ് ക്യാമ്പയിൻ പ്രത്യേകിച്ച് ഈ ഒരു ഘട്ടത്തിൽ നിറയുന്ന സമയത്തും കൂടിയാണ് പേർളി ഈ രണ്ടാമത്തെ പോസ്റ്റ് പിൻവലിക്കുന്നത്. അതായത് തൻ്റെ ഇഷ്ടനിറം സാഫ്രൺ ആണെന്നുള്ള ഒരു പോസ്റ്റ് പേർളി പിൻവലിക്കുകയും ചെയ്യുന്ന ഘട്ടമുണ്ടായത്. പക്ഷേ ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ സ്വാഭാവികമായിട്ട് വ്യാപകമായി പ്രചരിച്ചു. 5.8 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന പേർളിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിലവിൽ 5.6 മില്യൺ ആയിട്ട് കുറയുന്നൊരു സാഹചര്യം. ഇത് ഏകദേശം
ഏകദേശം ഇട്ടിട്ട് 3-4 മണിക്കൂറേ ആവുന്നുള്ളൂ. അതിനിടയിൽ തന്നെ ഇത്രയും വലിയൊരു ഡിക്രീസ് പേളിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ കാണാൻ കഴിയും. വരും മണിക്കൂറുകളിലും ഇത് നിറയും. കാരണം അത്രയധികം പോസ്റ്റുകളാണ് പേളിക്കെതിരെ ഒരു ഹേറ്റഡായിട്ട് നിറയുകയും ചെയ്യുന്നത്. ഇതിനും മറുപടിയായിട്ടാണ് സിബി മലയിലിൻ്റെ മകൻ തൻ്റെ പിതാവിനെ ഫെയിൽഡ് ഡയറക്ടർ എന്ന് പേളി വിശേഷിപ്പിച്ചൊരു ഘട്ടത്തിൽ മറുപടിയുമായിട്ട് എത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയ നിലപാടും പേളിക്ക് വിപരീതമായിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത്, പ്രത്യേകിച്ച് ഈ പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് ഓരോ താരങ്ങൾ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി രംഗത്തെത്തുന്ന പശ്ചാത്തലത്തിൽ. ശരി, എന്തായാലും ഇപ്പോഴും ആരെയാണ് ഫെയിൽഡ് ഡയറക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് പേളി മാണി ഉദ്ദേശിച്ചത് എന്നതിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ വിശദീകരണവുമായി പേളി രംഗത്ത് വരുമോ എന്നത് കാത്തിരുന്ന് കാണാം. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.